ഓ ശൈഖ് അവറുകളെ, നിങ്ങൾക്ക് മുഹീദ്ദീൻ എന്ന പേര് വരാൻ എന്താണ് കാരണം? കേഫാൻ വിശേളം നാമുക്കവർ ഫോരീഷ കേഫീനെ ലോകരെ മുഹീദ്ദീൻ എന്നോവർ. കേഫാൻ വിശേളം നമുക്കവർ ഫോരീഷ കേഫിനെ ലോകരെ മുഹീദ്ദീൻ എന്നോവർ. ശൈഖ് അവറുകളുടെ വിശേഷങ്ങൾ കേൾക്കാൻ ഇമ്പമുള്ളതാണ്. അതിനാൽ അനുവാചകരെ, അതിനാൽ ലോകരെ, നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണേ. എന്നിട്ട് മഹാനവറുകളുടെ മദദ് പറയാണ്. അവിടുത്തെ അപദാനങ്ങള് ഖാദി മുഹമ്മദ് എന്നവർ രേഖപ്പെടുത്തുകയാണ്. മൂലം ഉടയവൻ ഏകല്ലാരുളാലേ മുഹീദ്ദീൻ എന്ന ഫേർ ദീൻ താൻ വിളിച്ചോവർ. ബിൽ ഖുത്ബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. മൂലം ഉടയവൻ ഏകൽ അരുളാലേ, അല്ലാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖ് കൊണ്ട് മുഹീദ്ദീൻ എന്ന പേർ ദീൻ താൻ വിളിച്ചോവർ. മഹാനായ ശൈഖ് ജീലാനി തങ്ങളുടെ മുഹീദ്ദീൻ എന്ന പേര് ദീനാണ് വിളിച്ചത്. ദീനാണ് മുഹീദ്ദീൻ എന്ന പേര് വിളിച്ചത്. എന്താണ് ഈ പറഞ്ഞത്? മുഹീദ്ദീൻ എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം ദീനിനെ സജീവമാക്കിയ വ്യക്തി എന്നാണ്. ഒരു സംഭവം വായിക്കാം. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ്. ബഹ്ജത്തുൽ അസ്റാറിൽ നിന്നാണ് ഞാൻ എടുത്തുദ്ധരിക്കുന്നത്. മഹാനായ ശൈഖ് ജീലാനി തങ്ങളോട് ഒരിക്കൽ ചോദിക്കുകയാണ്, മാ സബബു തസ്മിയതിക ബിമുഹീദ്ദീൻ. ഓ ശൈഖ് അവറുകളെ, നിങ്ങൾക്ക് മുഹീദ്ദീൻ എന്ന പേര് വരാൻ എന്താണ് കാരണം? അപ്പോൾ ശൈഖ് അവറുകൾ പറയാണ്, റജഅതു മിൻ ബഅലി സിയാഹതി മറത്തൻ ഫീ യൗമി ജുമുഅ ഫീ സനതി 11 ഞാൻ ഹിജ്റ 511 ഒരു യാത്ര കഴിഞ്ഞ് ഒരു വെള്ളിയാഴ്ച ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ചെരുപ്പ് ധരിക്കാതെയാണ് ഞാൻ ആ യാത്ര കഴിഞ്ഞ് വരുന്നത്. അപ്പോഴതാ ഞാൻ പോകുന്ന വഴിയിൽ ഒരു വ്യക്തി, അതാ വളരെ ശരീരത്തിന് ബലഹീനതയുള്ള ആളാണ്. അയാൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ഇങ്ങനെ നിലത്തു വീണ് കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശാരീരികമായ ബലഹീനതയാണ്. അദ്ദേഹം എന്നെ കണ്ടപ്പോൾ എന്നെ വിളിക്കുകയാണ്, അസ്സലാമു അലൈക യാ അബ്ദുൽ ഖാദിർ. ഓ അബ്ദുൽ ഖാദിറെ, അസ്സലാമു അലൈക്കും. ഞാൻ ഉടനെ തന്നെ ഫറദത്തു അലൈഹി സലാം, ഞാൻ ആ സലാം അങ്ങ് മടക്കി. അപ്പോൾ ആ രോഗിയായി വീണ് കിടക്കുന്ന, നിലത്ത് വീണ് കിടക്കുന്ന ആള് എന്നോട് പറയാണ്, ഉദുനു മിന്നി ഫദനൗതു മിനു. എന്നോട് പറഞ്ഞു, എന്റെ കൈ ഒന്ന് പിടിച്ചേ മോനെ. ഞാൻ അവരെ കൈ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് ഇരുത്താമോ? ഫാജിലസ്തു, ഞാൻ അയാളെ പിടിച്ച് ഇരുത്തിയപ്പോൾ അയാളെ വീണ് കിടക്കുന്ന ആളെ കൈ പിടിച്ച് അയാളെ ഞാൻ അങ്ങ് ഇരുത്തിയപ്പോൾ അദാ ഫനമാ ജസദുഹു വഹസനതു സൂറതുഹു വസഫാ ലൗനുഹു. അദ്ദേഹത്തിന്റെ ശരീരത്തിന് പുഷ്ടി വരികയാണ്. അദ്ദേഹത്തിന്റെ ശാരീരികമായ ബലഹീനത ഇല്ലാതെയാവുകയാണ്. അദ്ദേഹത്തിന് നല്ല രൂപഭംഗി വരികയാണ്, നല്ല ആകാര ഭംഗി വരികയാണ്. ഇത് കണ്ടപ്പോൾ ഞാനാകെ പേടിച്ചുപോയി. എന്താണ് ഈ കാണുന്നത്? ഉടനെ തന്നെ അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, അത്തഅരിഫുനീ യാ അബ്ദുൽ ഖാദിർ. ഓ അബ്ദുൽ ഖാദിറെ, നിങ്ങൾക്ക് എന്നെ പരിചയമില്ലേ? നിങ്ങൾക്ക് എന്നെ അറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ലാ, എനിക്കറിയില്ല, നിങ്ങൾ ആരാണ്? അപ്പോൾ പറയുകയാണ്, ഞാൻ ദീനാണ് കേട്ടോ.
അല്ലാഹു തആല ശൈഖ് ജീലാനി തങ്ങളിലൂടെ ദീനിനെ ഹയാത്താക്കുകയാണ്. അതുകൊണ്ടാണ് മുഹീദ്ദീൻ എന്ന പേര് മഹാനായ ശൈഖ് ജീലാനി തങ്ങൾക്ക് ലഭിച്ചത്. അതാ അവിടുന്ന് ആ എഴുന്നേറ്റിരുത്തിച്ച വ്യക്തി പറയാണ്, വാന്ത മുഹീദ്ദീൻ, നിങ്ങൾ ദീനിനെ ഹയാത്താക്കിയ വ്യക്തിയാണ് കേട്ടോ. ഞാനത് കേട്ട് അന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ പോയി. പള്ളിയിലേക്ക് ചെന്നപ്പോ ഫലഖിയനി റജുലുൻ, ഒരാൾ എന്നെ കണ്ടു. ചെരുപ്പില്ലാതെ പള്ളിയിലേക്ക് വരുമ്പോ അതാ അയാൾ എനിക്ക് വേണ്ടി ഒരു ചെരുപ്പ് നിലത്ത് വെക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, യാ സയ്യിദി മുഹിയുദ്ദീൻ, എന്റെ നേതാവായ മുഹിയുദ്ദീൻ എന്നവരെ. ഫലമ്മാ ഖളൈതു സ്വലാത്ത, അങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോ അസ്റഅന്നാസു ഇലയ്യ, ജനങ്ങളൊക്കെ ജുമുഅ കഴിഞ്ഞ് എന്റെ അടുത്തേക്ക് കൂടി വരികയാണ്. യുഖബ്ബിലൂന യദീ, എല്ലാവരും എന്റെ കൈ പിടിച്ചു ചുംബിക്കുകയാണ്. വയഖൂലൂന യാ മുഹിയുദ്ദീൻ, യാ മുഹിയുദ്ദീൻ, യാ മുഹിയുദ്ദീൻ. പാതയോരത്ത് ക്ഷീണിച്ച് വീണ് കിടന്ന ദീനിനെ പിടിച്ച് ഹയാത്താക്കിയ മുഹയ്യിദ്ദീൻ എന്നവരെ ഞാൻ ഈ കഥ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ലോകരത് അറിയുകയാണ്. ആദ്യമായിട്ട് മുഹയ്യിദ്ദീൻ എന്ന പേര് വിളിച്ചത് ദീൻ തന്നെയാണ്. അല്ലാഹു തആല ആ പേര് വിളിക്കാൻ വേണ്ടി ഒരു രൂപത്തെ പറഞ്ഞേക്കുകയാണ്. അതാണ് ഖാദി മുഹമ്മദ് എന്നവര് പാടിയത്. മൂലം മൂടയോവൻ ഏകല്ലാരുളാലെ മുഹയ്യിദ്ദീൻ എന്ന പേർ ദീൻ താൻ വിളിച്ചോവൻ.